എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു ഉലുവാക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. കർക്കിടക മാസം കർക്കിടക്കഞ്ഞി. അതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് കുത്തരി, മട്ടയരി എന്നൊക്കെ പറയുന്നത്. ഞവരരി ആട്ടോ ഏറ്റവും നല്ലത്. പക്ഷെ എൻ്റെ അടുത്ത് ഞവരരി ഇല്ല, അതുകൊണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി അതെടുത്ത് കുതിർത്തി വെള്ളത്തിൽ ഇട്ട് വെച്ചതാട്ടോ ഞാൻ. ഇത് നമുക്ക് അടുപ്പിൽ വയ്ക്കാം, കുക്കറിൽ വേവിക്കാം കേട്ടോ, അപ്പോൾ പെട്ടെന്നാവും. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചെടുക്കാം. കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ കുതിരാനായിട്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 വിസിലടുപ്പിക്കാം. ഇത് വേഗണ നേരം കൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. ഇവിടെ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കഞ്ഞി. അതേപോലെ നന്നായി വേവണം കേട്ടോ. ചില ആൾക്കാർക്ക് നല്ലോണം വെന്തതാവും അവർക്കിഷ്ടം, ചില ആൾക്കാർക്ക് കുറച്ച് ഇതായിട്ടിരിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്താൽ മതി. അങ്ങനത്തെ കഞ്ഞിയൊക്കെ കുറച്ച് നന്നായിട്ട് വെന്താലാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി കുറച്ച് ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 മുറി തേങ്ങയുടെ പാലാട്ടോ ഇത്. നല്ല കട്ടിക്കുള്ള പാല, 1-ാം പാലും 2-ാം പാലൊന്നുമല്ല. അത് ഒരു പ്രാവശ്യം പിഴിഞ്ഞത് തന്നെ ഇത്, നല്ല കട്ടിയായിട്ടുള്ളത്. ഇനി കുറച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും കൂടി ഒന്ന് വറുത്തിടാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കഞ്ഞി കുടിക്കാൻ. അപ്പം അതിനൊരു പാൻ അടുപ്പിൽ വയ്ക്കാം വെച്ചിട്ടുണ്ട്. ഇത് നെയ്യിൽ വറുത്തിടണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടിയും കട്ട് ചെയ്തിട്ട് നെയ്യ് നല്ല ചൂടായിട്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്. ഇത് നെയ്യിൽ തന്നെ വറുത്തിടുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, ചെറിയ ഉള്ളി മൂപ്പിച്ചതിൻ്റെ മണം. അടിപൊളി സ്മെല്ലാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ചുട്ട പപ്പടം, തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. ഇവിടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പപ്പടം ചുട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റൗവിൽ ചുട്ടതിൻ്റെ കോലാട്ടെ ഈ കാണുന്നത്. നമ്മൾ വിറകടുപ്പിൽ ചുടുന്ന മാതിരിയല്ല കണ്ടോ. അതേപോലെ കരിഞ്ഞിട്ടൊക്കെ കുറച്ച് കരിയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ അത്. കോമ്പിനേഷൻ
ഒക്കെ നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു കഞ്ഞിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.